മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളെ തള്ളി പാലയിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ ചർച്ചകൾ അനാവശ്യമാണ്. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. പാലയിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ വിജയിക്കുമെന്നാണ് മാണി സി കാപ്പൻ പ്രതീക്ഷിക്കുന്നത്. UDFന് മുൻതൂക്കം നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കോട്ടയത്തും UDFന് വലിയ മേൽക്കൈ ഉണ്ടാകുമെന്നുള്ള പ്രവചനങ്ങളും എക്സിറ്റ് പോളുകളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും എന്നോടൊപ്പം പാലായിൽ മത്സരിച്ച മാണി സി കാപ്പൻ അദ്ദേഹം തന്നെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടാ, എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം അനുകൂലമാണ്? പാലായുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5800 വോട്ട് മിനിമം. പിന്നെ അതിന് മേളോട്ട് ഭൂരിപക്ഷം എത്ര വേണേലും ആകാം. അതിന് കാരണം ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടിനെ ആശ്രയിച്ചിരിക്കും. അത് ഞാൻ നേരത്തെയും ഷോബിയോട് പറഞ്ഞതാണ്. ഷോൺ ജോർജ് കാര്യമായി വോട്ട് പിടിക്കുമോ? അതെനിക്കറിയത്തില്ല. അത് പിടിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഭൂരിപക്ഷത്തിന്റെ കൂടുതൽ. മിനിമം 5800 വോട്ട് ഭൂരിപക്ഷം കിട്ടും. ഈ 5000ത്തിലേക്ക് ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 10ന് മേളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറയുന്നതിന്റെ ഒരു കാരണം ഷോൺ ജോർജിന്റെ വരവ് മാത്രമാണ്. കുറയുന്നതിന്റെ കാരണം ഷോൺ ജോർജിന്റെ വരവ് മാത്രമല്ല. ഒന്ന്, കഴിഞ്ഞ തവണ 1,40,000 വോട്ട് പോൾ ചെയ്തിരുന്നു. ഇത്തവണ അതൊന്നും 36 അടുപ്പിച്ചേ ഉള്ളൂ. ആ 4000 വോട്ട് അവിടെ തന്നെ കുറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് കിട്ടിയിരുന്ന അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് തരാതിരുന്നതിന്റെ പേരിൽ ഇടമർഷം ആളുകൾക്കുണ്ടായിരുന്നു. അത് ഇത്തവണ LDFിലേക്ക് തന്നെ ആ വോട്ടുകൾ പോയിട്ടുണ്ടാവാം. ഇത്തവണ ജോസ് കെ മാണി പക്ഷേ വലിയ പ്രതീക്ഷയിലാണ്. ഷോൺ വരുന്നത് ജോസ് കെ മാണിക്ക് ഗുണം ചെയ്യുമെന്നാണ് LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് അവർ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. അന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് പ്രതീക്ഷ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അത് പ്രതീക്ഷയായിട്ട് തന്നെ നിൽക്കും. എന്തായാലും അതാണ്, വലിയ പ്രതീക്ഷയിലാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലം അത് UDFന് അനുകൂലമാകുമെന്നത് വലിയ ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ് മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ആ പ്രതീക്ഷയിൽ തന്നെയാണ് മാണി സി കാപ്പനും മുന്നോട്ട് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.